SGOയുടെ UG തേർഡ് സെമസ്റ്ററിലെ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് സ്വഹീഹ് മുസ്ലിം കിതാബുൽ ലിബാസ് വസീന. അതിൽ റീക്യാപ്പും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത്. അഖിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അന്ന ശുർബ ഫി ആനിയത്തി ദഹബി വൽ ഫില്ലത്തി ഹറാം. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കുന്നത് ഹറാമാണെന്ന് നബി തങ്ങൾ കർശനമായിട്ട് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അഖിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി ഊന്നി പറഞ്ഞിരിക്കുന്നു അലാ അന്ന ശുർബ ഫി ആനിയത്തി ദഹബി വൽ ഫില്ലത്തി ഹറാം. എന്താണ്? സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കുന്നത് ഹറാമാണെന്ന് ശക്തമായി നബി തങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അൽ അക്ലു വശുറുബു, തിന്നുന്നതും കുടിക്കുന്നതും ഫി ഹാദിഹിൽ അവാനി, ഈ പാത്രങ്ങളിൽ. ഏത് പാത്രത്തിൽ? സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് യുഅദ്ദു, അത് എണ്ണപ്പെടുന്നു നൗഅൻ മിന തറഫി, തറഫ് ആഡംബരത്തിൻ്റെ ഒരു ഇനമായിട്ട് അതിനെ കണക്കാക്കപ്പെടുന്നു. വൽ ഇസ്റാഫി, ദൂർത്തിൻ്റെയും, അതൊരു ദൂർത്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അല്ലദീ യുഅദ്ദി, ആ തറഫും ഇസ്റാഫും എന്തിലേക്ക് നയിക്കുന്നു? ഇല തകബ്ബുർ, അഹങ്കാരത്തിലേക്ക് നയിക്കുന്നു. സബു ഹിസാലിൻ അമ്രും ബിഹൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, 7 കാര്യങ്ങളെ കൊണ്ട് നബിതങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ് 7 കാര്യങ്ങൾ? തഷ്മിലു, ആ 7 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഇയാദത്തുൽ മരീദി, രോഗിയെ സന്ദർശിക്കുക, ഇത്ബാഉൽ ജനാസ, ജനാസയെ അനുഗമിക്കുക, തഷ്മീത്തുൽ ആതിസ്, തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാ എന്ന് പറയുക, ഇബ്റാറുൽ ഖസം, തുല്യമായി വീതിക്കുക, നസ്റുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക, ഇജാബത്തുദ് ദാഇ, ചോദിച്ചവന് ഉത്തരം നൽകുക, ഇഫ്ശാഉ സലാം, സലാം പ്രചരിപ്പിക്കുക. ഇതാണ് 7 കാര്യങ്ങൾ. അടുത്തത് സബു ഹിസാൽ നഹഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, 7 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഏതാണ് 7 കാര്യങ്ങൾ? തഷ്മിലു, ആ 7 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു അത്തുഖ്തമു ബിദഹബി, സ്വർണ്ണമോതിരം ധരിക്കുന്നത്. പുരുഷന്മാർക്കാണ് സ്വർണ്ണമോതിരം ധരിക്കാൻ പാടില്ല. അശ്റുബു ബിൽ ഫില്ലത്തി, വെള്ളി കൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുക. അൽ മുയാസിർ, കുതിരയ്ക്ക് അലങ്കാര വിരികൾ അത് ഇടുക. അൽ ഖുസിയ, ഖുസിയ എന്ന് പറഞ്ഞാൽ പിന്നെ പട്ട് കലർന്ന വസ്ത്രമാണ്, പട്ടിൻ്റെ വസ്ത്രമാണ്, അത് ധരിക്കാൻ പാടില്ല. ലബിസൽ ഹരീർ, പട്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല. ലബിസൽ ഇസ്തബ്രഖ്, കട്ടിയുള്ള പട്ടുവസ്ത്രമാണ് ഇസ്തബ്രഖ്, അത് ധരിക്കാൻ പാടില്ല. ലബിസ ദീബാജ്, മൃദുലമായ മിനുസമേറിയ പട്ടുവസ്ത്രമാണ് ദീബാജ്, അതും ധരിക്കാൻ പാടില്ല. ഇതാണ് നബിതങ്ങൾ നിരോധിച്ച 7 കാര്യങ്ങൾ. അടുത്തത് യജൂസുലിൽ മുസ്ലിമി ഐ യഹ്ദിയൽ കാഫിർ ഖുസൂസൻ ഇദാകാന ഖരീബൻ ഔ ജാറൻ. യജൂസു, അനുവദനീയമാണ് ലിൽ മുസ്ലിമി, മുസ്ലിമിനിക്ക് ഐ യഹ്ദിയൽ കാഫിറു, പിന്നെ കാഫിറിന് ഹദിയ ചെയ്യൽ എന്താണ്? മുസ്ലിമിന് അനുവദനീയമാണ്. ഖുസൂസൻ, പ്രത്യേകിച്ച്, ഇദാകാന ഖരീബൻ ഔ ജാറൻ, എങ്ങനത്തെ ആളാണെങ്കിൽ, അയൽവാസിയോ അടുത്തുള്ള ആളോ ആണെങ്കിൽ എന്താണ്? പിന്നെ കാഫിറിന് ഹദിയ ചെയ്യൽ മുസ്ലിമിന് എന്താണ്? ജായിസാണ്. അടുത്തത് യുസ്മഹു ലിന്നിസാഇ ബിലബിസൽ ഹരീർ, യുസ്മഹു അനുവദിക്കപ്പെട്ടിരിക്കുന്നു ലിന്നിസായി, സ്ത്രീകൾക്ക് ബിലബിസൽ ഹരീർ, പട്ട് ധരിക്കൽ കൊണ്ട് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് പട്ട് വസ്ത്രം ധരിക്കാം, ഹലാലാണ്. വഹാദാ അംറുൻ മുജ്മഉൻ അലൈഹി ബൈനൽ ഉലമാഇ, ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഏകകണ്ഠമായ അഭിപ്രായമാണ്. എന്താണ്? സ്ത്രീകൾക്ക് പട്ട് വസ്ത്രം ധരിക്കാമെന്നുള്ളത് ഉലമാക്കൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമാണ്. അടുത്തത് അൽ ഹദീസ് തദുഉൽ മുസ്ലിമീന ഇലൽ ഇഅ്തിദാലി ഫിൽ ലിബാസി വഅദമു തഫാഖുരി ബിൽ മുഹറമാത്തി. അൽ ഹദീസ് തദുഉൽ മുസ്ലിമീന, ഹദീസുകൾ മുസ്ലിമീങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇലൽ ഇഅ്തിദാലി ഫിൽ ലിബാസി, വസ്ത്രങ്ങളിൽ മിതത്വം പാലിക്കാനും, വഅദമു തഫാഖുരി, ഫഖർ പറയുന്നത് ഒഴിവാക്കാൻ. എന്തുകൊണ്ട്? ബിൽ മുഹറമാത്തി, ഹറാമുകൾ ചെയ്തുകൊണ്ട്, ഹറാമുകൾ കാണിച്ചുകൊണ്ട്, ഹറാം ചെയ്തുകൊണ്ട്, നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ ഫഖർ പറയുന്നത് ഒഴിവാക്കാനും ആര് ആഹ്വാനം ചെയ്തിട്ടുണ്ട്? ഹദീസിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മിന സുന്നത്തി ഐ യുജ്തമൽ മുസ്ലിമു ഫിൽ മുനാസിബാത്തി ദീനിയത്തി കൽ ഈദി വ സ്വലാത്തുൽ ജുമുഅത്തി വ ഇൻദ ഇസ്തിഖ്ബാലുൽ ളുയൂഫി. മിന സുന്നത്തി ഐ യുജ്തമൽ മുസ്ലിമു, എന്താണ്? മുസ്ലിമിന് ഭംഗിയാകൽ എന്താ? സുന്നത്താക്കപ്പെടും. ഫിൽ മുനാസിബാത്തി ദീനിയത്തി, ദീനിൽ ചില അവസരങ്ങളിൽ എന്താണ്? മുസ്ലിമിന് ഭംഗിയാകൽ പ്രത്യേകം സുന്നത്താക്കപ്പെടും. ഏത് ദിവസമാണ്? കല ഈദി, പെരുന്നാൾ ദിവസം പോലെ. അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ ഒരുങ്ങിയാൽ അതിന് സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. സ്വലാത്തുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങൽ. വഇൻദ ഇസ്തിഖ്ബാലുൽ ളുയൂഫി, അതിഥികളെ സൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങൽ എന്താണ്? സുന്നത്താണ്.
അടുത്ത് നോക്കാം. വറദൻ നെഹിയു സ്വരീഹു അൻ ലബിസൽ റിജാലുൽ ഹരീരി. എന്താണ് വറദൻ നെഹിയു സ്വരീഹു അൻ ലബിസൽ റിജാലുൽ ഹരീരി? പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് കർശനമായിട്ട് നിരോധനാജ്ഞ വന്നിട്ടുണ്ട്, കർശനമായി നിരോധിച്ചിട്ടുണ്ട്. മഅ തഅക്കീദ് അല അന്നഹു മിൻ ലിബാസി മല്ല നസീബ ലഹു ഫിൽ ആഖിറ. അത് പരലോകത്ത് എന്തില്ല, പ്രതിഫലം ലഭിക്കാത്ത പുരുഷന്മാരാണ്, ഭാഗ്യമില്ലാത്തവരുടെ വസ്ത്രമാണെന്ന് പ്രവാചകൻ ഉറപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരലോകത്ത് അവർക്ക് എന്ത് കിട്ടത്തില്ല, ഇവിടെ പട്ടുവസ്ത്രം ധരിച്ചാൽ അവർക്ക് പരലോകത്ത് അതിൻ്റെ പ്രതിഫലം കിട്ടില്ല. യുസ്മഹു അനുവദിക്കപ്പെട്ടിരിക്കുന്നു ബി ബൈഇൽ ഹരീരി. പട്ട് കച്ചവടം ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടിരുന്നു. പുരുഷന്മാർക്ക് പട്ട് കച്ചവടം ചെയ്യാം. ഔ അല്ലെങ്കിൽ ഹിബത്തുഹുലിൻ നിസാഇ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പിന്നെ സ്ത്രീകൾക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങാം. ഔ അല്ലെങ്കിൽ ലിമൻ സയഹ്ദീഹിൽ ഇംറാത്തി, അല്ലെങ്കിൽ സ്ത്രീക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി വാങ്ങാൻ എന്ത് ചെയ്യാം, മേടിക്കാം അല്ലേ. അല്ലെങ്കിൽ അത് സ്ത്രീക്ക് സമ്മാനിക്കാൻ പോകുന്ന ഒരാളിന് നൽകുന്നതിനും അനുവദനീയമാണ്. സ്ത്രീകൾക്ക് നൽകാൻ പോകുന്ന ഒരാളിനും നൽകുന്നത് എന്താണ്, അനുവദനീയമാണ്. വലാ യദ്ഖുലു ദാലിക ഫി തഹരീം. അപ്പം ഹറാമിൻ്റെ എന്ത് കിട്ടത്തില്ല, ശിക്ഷ അവർക്ക് കിട്ടത്തില്ല. അൽ ഇസ്ലാമു ലാ യംനഉ തജമ്മുൽ. അൽ ഇസ്ലാമു ലാ യംനഉ തജമ്മുൽ. ഭംഗിയാകലിനെ ഇസ്ലാം തടയുന്നില്ല. ലാക്കിന്നഹു, പക്ഷേ യദഉ ലഹു ലവാബിത്തുൻ, ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. മിസ്ൽ തജന്നുബുൽ ലിബാസി, വസ്ത്രത്തിൽ ചില പരിധികൾ വെച്ചിട്ടുള്ളതുപോലെ തജന്നുബുൽ ലിബാസിൽ മുഹറമി, ഹറാമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിരോധിച്ചതുപോലെ. കലബിസൽ ഹരീരി, എന്താണ് പട്ടുവസ്ത്രം ധരിക്കുന്നത് പോലെ, ലിരിജാലി പുരുഷന്മാർക്ക്. അപ്പം ഭംഗിയാകലിനെ ആര് പിന്നെ തടഞ്ഞിട്ടില്ല, ഇസ്ലാം തടഞ്ഞിട്ടില്ല. ലാക്കിന്നഹു, പക്ഷേ യദഉ ലഹു ലവാബിത്തുൻ, ചില നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണ്, മിസ്ൽ തജന്നുബുൽ ലിബാസിൽ മുഹറമി, ചില ഹറാമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിരോധിച്ചതുപോലെ. കലബിസൽ ഹരീരി ലിരിജാലി, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കുന്നത് പോലെ. യുസ്മഹുലി റിജാലി, പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ബിലബിസ, ധരിക്കുന്നത് കൊണ്ട് മാല യസീദു അല അർബഇ അസാബിഇ മിനൽ ഹരീരി ഫിൽ മലാബിസി, വസ്ത്രത്തിൽ പട്ട് എത്ര, ഒരു 4 വിരലിൻ്റെ അതിനേക്കാൾ അധികരിച്ച രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അത്രം എന്ത് ചെയ്യാം, ഉണ്ടായാൽ കുഴപ്പമില്ല. മിസ്ൽ തത്രീസിൽ ഔൽ ഹാഷിയ, ഈ എംബ്രോയ്ഡറി തുന്നി പിടിപ്പിക്കുന്ന അങ്ങനത്തെ സംഭവമില്ലേ, അതിലൊക്കെ ഒരു ചെറിയ അളവിലൊക്കെ എന്ത് ചെയ്യാം, 4 വിരലിൻ്റെ അതിനേക്കാൾ കൂടുതൽ അളവുണ്ടാകാൻ പാടില്ല. അതിൽ കുറഞ്ഞ അളവിൽ ഉണ്ടായാൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യംന ഉമറു മിനൽ ഇസ്തിഫാദത്തി മിനൽ ഹരീരി അബറ ബൈഇഹി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞിട്ടില്ല. എന്ത്, പിന്നെ ഈ പട്ട് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നില്ലേ, അതിനെ തൊട്ട് നബി തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, തടഞ്ഞിട്ടില്ല. അത് പിന്നെ എന്താണ്, മിമ്മ യദുല്ലു അല ജവാസിൽ ഇത്തിജാരി ബിഹി ദൂന ലബിസഹു. മിമ്മ യദുല്ലു, അത് അറിയിക്കുന്നു, അല ജവാസിൽ ഇത്തിജാരി, എന്താണ്, ഈ കച്ചവടം ചെയ്ത് എന്ത് ചെയ്യാം, കച്ചവടം ചെയ്യുന്നത് ജായിസാണെന്ന്, ദൂന ലബിസഹു, അത് ധരിക്കാതെ കച്ചവടം ചെയ്യുന്നത് ജായിസാണെന്ന് ഈ കാര്യം നമ്മളെ അറിയിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് യജൂസുലി റജുലി, പുരുഷനെ ജായിസാക്കും. അൽ ഇംതിലാക്കുൽ ഹരീരി, പട്ട് കൈവശം വെക്കുന്നത്. ലാക്കിന്നഹു, പക്ഷേ ലാ എൽബിസഹു, അവന് ധരിക്കാൻ പാടില്ല. ബൽ യുംകിനഹു ബൈഇഹി ഔ ഇഹ്ദാഹു ലിനിസായി,
പക്ഷേ അവൻ എന്ത് ചെയ്യാം? കച്ചവടം ചെയ്യാം. ഔ അല്ലെങ്കിൽ ഇഹ്ദാഉഹു ലിന്നിസാഇ, സ്ത്രീകൾക്ക് സമ്മാനമായി നൽകാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ പുരുഷന്മാർക്ക് വസ്ത്രം ഹരീർ പിന്നെ പട്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. മാതാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനില്ലദി യുഷ്റബു ഫി ആനിയത്തി ദഹബി. മാതാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? അനില്ലദി യുഷ്റബു ഫി ആനിയത്തി ഫില്ലത്തി, വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുന്നതിനെ കുറിച്ച് നബി തങ്ങൾ എന്താണ് പറഞ്ഞത്? ഇന്നമാ യുജർജുറു ഫി ബത്നിഹി നാറു ജഹന്നം, നിശ്ചയം അവൻ്റെ വയറ്റിൽ എന്തുകൊണ്ട് നിറയ്ക്കപ്പെടും? ജഹന്നമിൻ്റെ നാറ് കൊണ്ട്, തീ കൊണ്ട് നിറയ്ക്കപ്പെടും എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാ ഹുക്കുമു ഇസ്തിഖ്ദാമു അവാനി ദഹബി വൽ ഫില്ലത്തി ഫിൽ ഇസ്ലാം. മാ ഹുക്കുമു, എന്താണ് ഹുക്കുമ്, വിധി എന്താണ്? ഇസ്തിഖ്ദാമു ഉപയോഗിക്കുന്നതിൻ്റെ, അവാനി പാത്രം, അത് ദഹബി വൽ ഫില്ലത്തി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രം ഉപയോഗിക്കുന്നതിൻ്റെ, ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രം ഉപയോഗിക്കുന്നതിൻ്റെ ഹുക്കും എന്താണ്? മുഹറമത്തും ബിൻ നസ്സി വൽ ഇജ്മാഇ, പിന്നെ ഇജ്മാ കൊണ്ട് എന്താണ്? അതുപോലെ തന്നെ ഹദീസിലും കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഇജ്മാഴും പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമുണ്ട്, അത് ഹറാമാണെന്നുള്ളത്. ഉദ്കുറു സലാസു മിൻ സബീ ഖിസാൽ അംറും ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ട പിന്നെ 7 കാര്യങ്ങളിലെ 3 പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇയാദത്തുൽ മരീദ്, ഇത്ബാഉൽ ജനാസ വ തശ്മീത്തുൽ ആതിസ്, രോഗിയെ സന്ദർശിക്കുക, ജനാസ അനുഗമിക്കുക, തുമ്മിയവന് എന്ത് പറയുക? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാ എന്ന് പറയുക. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, ഹൽ യജൂസു ലിംറഅത്തി ലബിസൽ ഹരീർ, സ്ത്രീക്ക് പട്ട് ധരിക്കുന്നത് ജായിസാണോ, അനുവദനീയമാണോ? നഅം യജൂസു ലിൽ മർഅത്തി ലബിസൽ ഹരീർ, സ്ത്രീക്ക് പട്ട് ധരിക്കുന്നത് ജായിസാണ്, അനുവദനീയമാണ്. അടുത്തത് മാ ഹുവ ദീബാജ്, എന്താണ് ദീബാജ്? നൗഉൻ മിനൽ ഹരീരി മാ ഗാലുള്ള വ സഖുന മിൻ സിയാബിൽ ഹരീർ, എന്താണ്? നൗഉൻ മിനൽ ഹരീരി, പട്ടിൻ്റെ ഒരു ഇനമാണ്. മാ ഗാലുള്ള വ സഖുന മിൻ സിയാബിൽ ഹരീർ, എന്താണ്? വളരെ ലഘുവായ എന്ന് പറഞ്ഞാൽ മൃദുലമായ മിനുസമേറിയ പട്ടുവസ്ത്രമാണ് ദീബാജ് എന്ന് പറയുന്നത്. മാ ഹുവൽ ഹരീർ, എന്താണ് പട്ടെന്ന് പറയുന്നത്? ഹുവൽ ഖിമാഷു മഅഖൂദും മിൻ ദൂദിൽ ഖുസ്സി വയുസമ്മൽ ഇബ്രീസം. ഹുവൽ ഖിമാഷു, അതൊരു തുണിത്തരമാണ്. അൽ മഅഖൂദു, അത് എടുക്കപ്പെട്ടിരിക്കുന്നു. മിൻ ദൂദിൽ ഖുസ്സി, പട്ടുനൂൽ പുഴുവിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്ന ഒരു തുണിത്തരം അല്ലേ. വയുസമ്മ, അതിന് പേര് പറയപ്പെടും. അൽ ഇബ്രീസം എന്ന് പേര് പറയപ്പെടും. 7ാമത്തെ ക്വസ്റ്റ്യൻ, മത്താ യംബഗിലിൽ മുസ്ലിമി അത്തജമുൽ ഹസ്ബുൽ ഹദീസ്, ഹദീസിൽ ഒരു മുസ്ലിമിന് ഭംഗിയാകാൻ പറ്റുന്നത് എപ്പോഴാണ്? ഭംഗിയാകൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ അവസരം എപ്പോഴാണ് അതിനെ പറഞ്ഞേക്കുന്നത്? ഫിൽ അയ്യാദി, 2 പെരുന്നാൾ ദിവസങ്ങളിൽ, വൽ ജുമഅ അല്ലേ, എന്താണ്? ജുമഅ ദിവസം, വൈന്ദ ഇസ്തിഖ്ബാലു നാസി, ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിഥികൾ വരുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മാ ഹുവൽ വഈദു അൽ മദ്കൂറു ഫിൽ ഹദീസി ലിമൻ യൽബിസൽ ഹരീറു ഫിദ് ദുനിയ. മാ ഹുവൽ വഈദുൽ മദ്കൂറു ഫിൽ ഹദീസി, ഹദീസിൽ പറയപ്പെട്ട വാഗ്ദാനം എന്താണ്? ലിമൻ, ഒരുത്തനിക്ക്, യൽബസു അവൻ ധരിക്കും, അൽ ഹരീറു പട്ട്, ഫി ദുനിയ ദുനിയാവിൽ. അപ്പോൾ ദുനിയാവിൽ പട്ട് വസ്ത്രം ധരിക്കുന്ന പുരുഷനെ കുറിച്ചിട്ട് ഹദീസിൽ പറയപ്പെട്ട കരാർ എന്താണ്? 8 മൻ ലബിസഹു ഫിദ്ദുനിയ ലം യൽബിസഹു ഫിൽ ആഖിറ. മൻ ലബിസഹു ഫിദ്ദുനിയ, ദുനിയാവിൽ ഒരുത്തൻ അത് ധരിച്ചാൽ, ലം യൽബിസഹു അവനെ ധരിപ്പിക്കപ്പെടുകയില്ല, ഫിൽ ആഖിറ ആഖിറത്തിൽ. അപ്പോൾ ഇവിടെ ധരിച്ചാൽ അതിനെ എവിടെ ധരിക്കാൻ പറ്റില്ല? ആഖിറത്തിൽ അവനത് കിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, മാ ഹുവ മൗഖിഫു ജുംഹൂറുൽ ഉലമാഇ മിൻ മിഖ്ദാറുൽ ഹരീരിൽ മസ്മൂഹ് ബിഹി. മാ ഹുവൽ മൗഖിഫു ജുംഹൂറുൽ ഉലമാഇ മിൻ മിഖ്ദാറുൽ ഹരീരിൽ മസ്മൂഹ് ബിഹി, ഹരീർ ധരിക്കുന്നത്
ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായത്തിൽ ഹരീർ ധരിക്കുന്നതിൻ്റെ നിലപാട് എന്താണ് അല്ലേ? പറഞ്ഞ കണക്ക് പുരുഷന്മാർക്ക് എത്ര ധരിക്കാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പുരുഷന്മാർക്ക് ധരിക്കാനേ പാടില്ലെന്നുണ്ട്, എന്നാലും പുരുഷന്മാർക്ക് എത്ര ധരിക്കാമെന്നാണ് എന്താണ് ഭൂരിഭാഗം വരുന്ന ഉലമാക്കളുടെയും അഭിപ്രായത്തിൽ അവർക്ക് എത്ര ധരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. നോക്കട്ടെ. യഹില്ലു മിഖ്ദാറു 4 അസാബിഅ വയഹ്റുമു സായിദു അലൈഹ. യഹില്ലു ഹലാലാക്കപ്പെടും മിഖ്ദാറു 4 അസാബിഅ 4 വിരലിൻ്റെ ആ കണക്ക് അതനുസരിച്ച് 4 വിരലിൻ്റെ അത്രത്തോളം ഹരീർ ധരിക്കാം. വയഹറുമു ഹറാമാക്കപ്പെടും അസായിദു അലേഹ അതിനേക്കാൾ അധികരിച്ചാൽ അത് ഹറാമാക്കപ്പെടും. അപ്പം 4 വിരലിൻ്റെ വലുപ്പത്തിൽ എന്ത് ചെയ്യാം, വസ്ത്രത്തിൽ ഇതുണ്ടെങ്കിൽ ഹരീർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എംബ്രോയിഡറി പോലത്തെ തുന്നിപ്പിടിപ്പിക്കുന്നതിനകത്തൊക്കെ വർക്കൊക്കെ ചെയ്യുന്നതിനകത്ത് ഉണ്ടെങ്കിൽ 4 വിരലിൻ്റെ അത്രയും ഉണ്ടാകാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടുതലുണ്ടായാൽ ഹറാമാണ്. അടുത്ത നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറഹ്തു അംറൻ വഅതൈതനീഹി ഫമാലി മൻ ഖാല ഹാദ. നബിയെ, ഞാനൊരു കാര്യം വെറുക്കുന്നു, പക്ഷേ അങ്ങ് എനിക്കത് നൽകി. അപ്പോൾ ഞാനെന്താ ചെയ്യുക? മൻ ഖാല ഹാദ, ഇതാരാണ് പറഞ്ഞത് അല്ലേ? ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത് അല്ലേ? ഞാനൊരു കാര്യം വെറുക്കുന്നു, എന്നാൽ നിങ്ങളതെനിക്ക് നൽകിയിരിക്കുന്നു, ഞാൻ എന്തു ചെയ്യണം? ഇത് പറഞ്ഞത് ആരാണ്? മൻ ഖാല ഹാദ, ആരാണ് പറഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത്രയും നമ്മൾ നോക്കിയിട്ടുണ്ട്.